നിരോധം എന്നുള്ള ലക്ഷണത്തോടു കൂടി ദശമസ്കന്ധത്തിലൂടെയുള്ള യാത്ര നമുക്ക് വീണ്ടും തുടരാം. ബാലലീല, ഭഗവാന്റെ ബാലലീലകളിൽ നിന്നും എല്ലാ മാലിന്യങ്ങളെയും അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ഭാവത്തെ ശുദ്ധമാക്കുന്നു. ഭഗവാന്റെ ഓരോരോ ലീലകൾ അതിനു വേണ്ടിയിട്ടാണ്. ഇവിടെ ബ്രഹ്മാവിനത തൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആ പരബ്രഹ്മ സ്വരൂപത്തെ സ്വരൂപത്തിലൂടെ അല്ലെങ്കിൽ സഗുണാകാരമായിക്കൊണ്ട് കാണിച്ചു കൊടുക്കുന്നതായിട്ടുള്ള രംഗം, ആ സഗുണാകാരമായിട്ടുള്ള ആ ഉണ്ണിക്കണ്ണന്റെ മുമ്പിൽ അടിയറവ് പറയുന്നതായിട്ടുള്ള ബ്രഹ്മാവിന്റെ സ്തുതി ബ്രഹ്മാവിനെ സംബന്ധിച്ചിടത്തോളം കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ ഗോചരമായിട്ടുള്ള ഈ ഉണ്ണിയാണ് യഥാർത്ഥത്തില് തൻ്റെ ഈ ലക്ഷ്യത്തെ അല്ലെങ്കിൽ താൻ ചെയ്തതായിട്ടുള്ള സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള ആള് എന്നുള്ളത് നേരിട്ട് കാണിച്ചു കൊടുത്തതായിട്ടുള്ള ബ്രഹ്മാവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ബ്രഹ്മാവ് അങ്ങനെയുള്ള ആ ഗുരുവായൂരപ്പനെ തന്നെ പരബ്രഹ്മ സ്വരൂപമായിട്ട് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ തെളിയിച്ചു കാണിച്ചു താൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും കാരണം തന്നെ കൊണ്ട് ചെയ്യിക്കലാണ് എന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ മനസ്സിലായി. അവിടെ ബ്രഹ്മാവിന് പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് സ്തുതിക്കുന്ന രംഗം നമ്മൾ 34-ാമത്തെ ശ്ലോകം വരെ. തൽഭൂരിഭാഗ്യമിഹ ജന്മ കിമപ്യടവ്യാം യത് ഗോകുലേപി കഥമാഘ്രിരജോഭിഷേകം യജ്ജീവിതം തു നിഖിലം ഭഗവാൻ മുകുന്ദ സ്ത്വദ്യാവിയൽ പദരജ ശ്രുതിമൃഗ്യമേവാം. അവിടെ പറഞ്ഞു, ഈ ഭൂമിയില് പ്രത്യേകിച്ച് ഗോകുലത്തില് വൃന്ദാവനത്തില് വസിക്കുന്ന ആരുടെയെങ്കിലും അവരുടെയൊക്കെ ആ പാദങ്ങളിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള പാദധൂളികള്, പാദരേണുക്കൾ, അത് ലഭ്യമാകുവാൻ വേണ്ടിയിട്ട് കാരണമാകുന്ന ഒരു ജന്മം ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് ഹേ ഗുരുവായൂരപ്പ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മഹാഭാഗ്യം. കാരണം ഇവരുടെ ജീവിതം എന്നുള്ളത് അങ്ങേപോലെ മുക്തിപ്രദനായിട്ടുള്ള മുകുന്ദനായിട്ടുള്ള ഐശ്വര്യാദി ഷഡ്ഗുണ ഭാവങ്ങളോട് കൂടിയിട്ടുള്ള അവിടുത്തെ സഹവാസത്തോടു കൂടിയിട്ടാണല്ലോ ഈ ഇവിടെയുള്ള എല്ലാ ഗോപന്മാരും ഗോപികമാരും പശുക്കളും മത്സ്യക്കുട്ടികളും എല്ലാം അങ്ങയോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ ആ അവരുടെ പാദത്തിന്റെ അടിയിൽ പറ്റി പിടിച്ചിട്ടുള്ള ആ പാദരേണുക്കളെ നമസ്കരിക്കുവാൻ ഒരു ഭാഗ്യം അത് ഈ വൃന്ദാവനത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ. യജ്ജീവിതം തു നിഖിലം ഭഗവാൻ മുകുന്ദ സ്ത്വദ്യാവിയൽ പദരജശ്രുതി മൃഗ്യമേവ. വേദങ്ങൾക്ക് പോലും ഇതേവരെ ഗോചരമായിട്ടില്ലാത്തതാണ് യഥാർത്ഥത്തില് അങ്ങയുടെ ഈ പാദരേണുക്കളുടെ മഹാത്മ്യം. അതുകൊണ്ട് ഈ വൃന്ദാവനത്തിലെ ഒരു പുൽക്കൊടിയായിട്ടോ ഒരു കല്ലായിട്ടോ ജനിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തിനു വേണ്ടാണ് ഭഗവാനോട് ഇത് പറയുന്നത്? കാരണം എന്താണ്? തൻ്റെ ജനനത്തിന് കാരണം പോലും, എന്നാൽ ബ്രഹ്മാവിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ലേ, സൃഷ്ടികർത്താവല്ലേ. ഇപ്പം ബ്രഹ്മാവിന് മനസ്സിലായി താനല്ല സൃഷ്ടികർത്താവ് എന്നുള്ളത് വ്യക്തമായി ഇവിടെ. ഇനി തനിക്ക് വൃന്ദാവനത്തിൽ ജനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ഭഗവാന്റെ കാരുണ്യം, ഭഗവാന്റെ അപാര കാരുണ്യം അല്ലാതെ ഇവിടെ ഒരു പുൽക്കൊടി പോലും ചലിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കൊക്കെ മായയാണ് തോന്നുന്നത്. നമ്മൾ പലതും നമ്മൾ ചെയ്യുമ്പോൾ നമ്മളാണ് ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നലാണ് യഥാർത്ഥത്തില്. ഒരിക്കലും തന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതാണെന്നുള്ളൊരു സത്യത്തെ നമ്മൾ മറച്ചു വെപ്പിക്കുകയാണ് ഭഗവാൻ. അതാണ് മായ എന്ന് പറയുന്നത്. ഇവിടെ ബ്രഹ്മാവിന് അറിയാം തൻ്റെ ജനനം പോലും കാരണമായിട്ടുള്ള ഹേ ഗുരുവായൂരപ്പ എനിക്ക് ഈ വൃന്ദാവനത്തിൽ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അത് വൃന്ദാവനത്തിലാവണം എന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു. ഭാഗ്യശാലികള്, ഏറ്റവും ഭാഗ്യശാലികള് വൃന്ദാവനത്തിലായിരുന്നു എന്ന് നിസ്സംശയം ഇവിടെ സമർത്ഥിക്കാം എന്ന് ആ ബ്രഹ്മാവ് പറഞ്ഞ് സ്തുതിച്ചു. പിന്നെയോ ഏഷാം ഘോഷനിവാസിനാമുത ഭവാൻ കിം ദേവരാതേതി നശ്ചേതോ വിശ്വഫലാത് ഫലം ത്വദപരം കുത്രാപ്യേൻ മുഹ്യതി തദ്വേഷാദിവ പൂതനാപി സകുലാ ത്വാമേവ ദേവാപിതാ യദ്ധാമാർത്ഥസുകൾ പ്രിയാത്മതനയ പ്രാണാശയാസ്തുൽകൃതേ.
ഒരു സുന്ദരിയുടെ വേഷം, ലളിതയുടെ വേഷം ധരിച്ചുകൊണ്ട് വന്ന ആ പൂതന വിഷം പുരട്ടിയതായിട്ടുള്ള ആ സ്തന്യം അങ്ങേക്ക് നൽകിയെങ്കിലും അങ്ങ് എന്താണ് ചെയ്തത്? യഥാർത്ഥത്തില് മാതൃസ്ഥാനം കൽപ്പിച്ചുകൊണ്ട്, അല്ലേ, അവൾക്കും ആ പൂതനയ്ക്കും അവളുടെ കുടുംബാംഗങ്ങൾക്കും അങ്ങ് മോക്ഷത്തെ പ്രാപിച്ചു കൊടുത്തു. അങ്ങനെയുള്ള അങ്ങേക്ക് വേണ്ടിയിട്ട് അതുപോലെ ഗൃഹം, ധനം, ബന്ധുക്കള്, പിന്നീട് എന്തൊക്കെയാണോ തനിക്ക് പ്രിയമായിട്ടുള്ള വസ്തുക്കള് അതെല്ലാം, ശരീരം, അതുപോലെ സന്താനം, പ്രാണൻ, മനസ്സ് തുടങ്ങിയതായിട്ടുള്ള എല്ലാം, ഇങ്ങനെ സർവസ്വവും ത്യജിച്ച് അങ്ങയെ മാത്രം മുറുകെ പിടിച്ച് കഴിച്ചുകൂടുന്നതായിട്ടുള്ള ഈ ഗോകുല വാസികൾക്ക് എന്തൊരു ശ്രേയസ്സാണ് യഥാർത്ഥത്തിൽ. അപ്പൊ ഇവരെല്ലാം യഥാർത്ഥത്തിൽ എന്താണ്? ആത്മസമർപ്പണം ചെയ്തവരാണ്. എന്നാൽ അങ്ങയെ നിഗ്രഹിക്കുവാൻ വേണ്ടി തയ്യാറായിട്ട് വന്ന പൂതനയ്ക്ക് അങ്ങ് മോക്ഷം കൊടുത്തിട്ടുണ്ട് എങ്കിൽ അങ്ങ് ഈ പറഞ്ഞതായിട്ടുള്ള ഗോപന്മാർക്കോ ഗോപികൾക്കോ അവർക്ക് വേണ്ടതായിട്ടുള്ള ഒരു മോക്ഷോപായത്തിനുള്ള കാരണങ്ങളെ അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ അങ്ങ് ഓരോരുത്തരോടും ഓരോ രീതിയിലുള്ള ഒരു പെരുമാറ്റം കാണുമ്പോൾ അങ്ങയുടെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു രൂപത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, പ്രകൃതത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. താവദ്രാഗാദയസ്ഥാനാസ്താവൽക്കാരാഗൃഹം ഗൃഹം താവൻ മോഹോഘ്രി നികടോ യാവൽ കൃഷ്ണനതേ ജനാഹ. ഹേ കൃഷ്ണ, ഏതു കാലം വരെ ജനങ്ങൾ അവിടുത്തെ ആൾക്കാരാകുന്നില്ലയോ? താവൽ രാഗാദയസ്തേന താവൽ കാരാഗൃഹം ഗൃഹം താവൻ മോഹോഘ്രി നികടോ യാവൽ കൃഷ്ണനതേ ജനാഹ. അപ്പം അങ്ങനെയുള്ള അങ്ങയുടെ ആൾക്കാരാകുന്നില്ലയോ അതുവരേക്കും എന്താണ്? രാഗദ്വേഷാദികള് ചോരന്മാരായിരിക്കും. അക്കാലം വരെയും അവര് ഈ രാഗദ്വേഷികളായിട്ടുള്ള ചോരന്മാര് ഉള്ളിടത്തോളം ആ ഗൃഹം എന്നുള്ളത് എപ്പോഴും ഒരു ജയിലാണെന്ന് പറയാണ്, തടവറയാണ് അത്. അപ്പൊ അത്രയും കാലത്തേക്ക് മോഹം കാൽവിലങ്ങും ഇതിനൊരു പരിഹാരം, അതുപോലെ ഇതിൽ നിന്നൊരു മോചനം കിട്ടണമെങ്കിൽ എന്താണ്? അവിടെ ഭക്തന്മാരാവുക എന്നുള്ളത് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങയോട് അടുക്കുന്നത് വരെ യഥാർത്ഥത്തില് അങ്ങയിൽ നിന്ന് അകന്നു പോകുമ്പോൾ എന്തായി? രാഗദ്വേഷാദികൾ പിടികൂടുന്നു. ഈ രാഗദ്വേഷാദികളിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ഒരു കൂച്ചു വിലങ്ങാണ് യഥാർത്ഥത്തിൽ തന്റെ ഉള്ളിലുണ്ടാകുന്ന ആഗ്രഹം, മോഹം. അതിൽ നിന്നൊരു അറുതി വരണമെങ്കിൽ എന്ത് ചെയ്യണം? താവൽ രാഗാദയസ്തേന താവൽ കാരാഗൃഹം ഗൃഹം താവൻ മോഹോ ഓങ്കൃ നികടോ യാവൽ കൃഷ്ണനതേ ജനാഹ. അതിനൊരു പരിഹാരം എന്നുള്ളത് ഭഗവാന്റെ ഭക്തനാവുക, ഭഗവത് ഭക്തി ഉണ്ടാവുക എന്നുള്ളത് മാത്രം. അപ്പം അങ്ങനെയുള്ള ഹേ ഭഗവാനെ, പ്രപഞ്ചം നിഷ്പ്രപഞ്ചോപി വിടംബയസി ഭൂതനെ പ്രപന്ന ജനതാനന്ദ സന്തോഷം പ്രഥിത്തും പ്രഭോ. അങ്ങ് യഥാർത്ഥത്തില് ഈ പ്രാപഞ്ചികമായിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ അതീതനാണ് എങ്കിലും ആശ്രിതന്മാർക്ക് ആനന്ദം പ്രദാനം ചെയ്യുവാൻ വേണ്ടി സാധാരണ ജനങ്ങളെയൊക്കെ അവിടെ അങ്ങും എന്താണ് അതേപോലെ തന്നെ അവിടെ അനുകരിക്കുന്നു യഥാർത്ഥത്തില്. പ്രപഞ്ചം നിഷ്പ്രപഞ്ചോപി, അല്ലെ, ഈ പ്രഭാവശാലിയായിട്ടുള്ള അങ്ങയെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിനും അതീതമാണ് എങ്കിൽ പോലും പ്രപന്ന ജനതാനന്ദ സന്തോഷം, തന്നെ ആശ്രയിച്ചതായിട്ടുള്ള ആൾക്കാര് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അവർക്ക് ആനന്ദാതിരേകത്തെ പകർന്നു കൊടുക്കുവാൻ വേണ്ടി അവരിലൂടെ ഇറങ്ങി ചെല്ലുന്നുണ്ടെന്ന്. അങ്ങനെ ഈ ഓരോ ഭൂലോകവാസികളെയും അല്ലെ വളർത്തുവാൻ വേണ്ടിയിട്ട് ഭൂലോകത്തിൽ ആ പ്രാപഞ്ചികരുടെ അവസ്ഥയെ അങ്ങ് സ്വീകരിക്കുന്നു. ഒരു മനുഷ്യ വേഷം ധരിച്ചുകൊണ്ട്
സാധാരണ ജനങ്ങളെ പോലെ അങ്ങ് ലീലകള് ആടി ഇവിടെ കളിക്കുന്നു. ജാനന്ത ഏവ ജാനന്തു കിംബഹൂത്യ നമേ പ്രഭോ മനസ്സോ വപുഷോ വാചോ വൈഭവം തവ ഗോചര. അതുകൊണ്ട് ജാനന്ത ഏവ ജാനന്തു. അപ്പൊ നമ്മുടെ അവസ്ഥ എന്തെന്നാണ്? അങ്ങയുടെ പ്രഭാവം മനസ്സിനും അതുപോലെ ദേഹത്തിനും അല്ലെ, മനസാ വാചാ കർമ്മണ അല്ലെങ്കിൽ ഗ്രാഹ്യം അല്ലെ, മനസ്സോ വപുഷോ ഗ്രാഹ്യോ. അപ്പം മനസ്സിനും ദേഹത്തിനും ഒരിക്കലും അങ്ങയുടെ ആ പ്രഭാവത്തെ കുറിച്ച് ഗ്രാഹ്യമാകുന്നില്ല. അങ്ങയുടെ പരമാർത്ഥം അറിയണമെന്ന് സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് ശ്രമിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. ഭഗവത് ഭക്തന്മാരാകുവാൻ വേണ്ടി ശ്രമിക്കുക മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങയുടെ പരമാർത്ഥം അറിയാമെന്ന് ഭാവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് അവരെന്തായി? ജാനന്ത ഏവ ജാനന്തു കിംബഹുത്യാനമേ പ്രഭോ. അല്ലെ? അപ്പം അങ്ങയുടെ മാഹാത്മ്യം അറിയാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് ഇപ്പൊ വ്യക്തമായി. ഈ സൃഷ്ടികർത്താവായിട്ടുള്ള എനിക്ക് ഞാനാണ് ഇത്രയും കാലം സൃഷ്ടി ചെയ്തെന്നുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണ ഇന്ന് മാറ്റി തന്നതായിട്ടുള്ള അങ്ങയെ എനിക്കിപ്പോ വ്യക്തമായിട്ട് മനസ്സിലാക്കിയപ്പോൾ ഇത്ര കാലം വരെ എനിക്ക് കാണാൻ സാധിച്ചില്ല, മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇങ്ങനെ ജനങ്ങൾ, പല വിധത്തിലുള്ള ജനങ്ങള് ജാനന്ത ഏവ ജാനന്തു കിംബഹുത്യ നമേ പ്രഭോ, അങ്ങയെ കുറിച്ച് എല്ലാം അറിയാമെന്ന് ധരിച്ചുകൊണ്ട് നടക്കുന്ന ധാരാളം ആളുകള്, അവര് അങ്ങനെ അറിയട്ടെ. പക്ഷെ അങ്ങയെ അറിയാൻ എളുപ്പമല്ല. മനസ്സോ വപുഷോ വാചോ വൈഭവം തവ ഗോചര. ഈ തന്റെ മനസ്സുകൊണ്ടോ തന്റെ ചിന്തയിലോ തന്റെ അല്ലെ ദൃഷ്ടിയിൽ നിന്നോ തന്റെ വാക്കുകളിൽ നിന്നോ ഒന്നും അങ്ങയെ അറിയുവാൻ യാതൊരു മാർഗവുമില്ല. അറിയുന്നവര് അറിയട്ടെ അല്ലെ. ഭഗവത് മാഹാത്മ്യം പൂർണ്ണമായി അറിയാം എന്ന് അഭിമാനിക്കുന്നവര് സത്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അജ്ഞരാണ് ശരിക്ക്. കാരണം ബ്രഹ്മാവ് അവരെ അവരുടെ വഴിക്ക് വിടുകയാണ്. ജാനന്ത ഏവ ജാനന്തു. ബ്രഹ്മത്തെ അറിഞ്ഞിട്ടില്ലെന്ന് വിചാരിക്കുന്നവൻ യഥാർത്ഥത്തില് ആരാണ്? ബ്രഹ്മജ്ഞാനി എന്ന് പറയാം അല്ലെ. നേതി 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 എന്ന് വേദം നമുക്ക് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അറിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോ അറിഞ്ഞാൽ ആരായി? ആ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനായി അവിടെ. പിന്നെ ലൗകികമായിട്ടുള്ള ബന്ധം തന്നെ അവിടെ ഉണ്ടാകുന്നില്ല. അപ്പൊ ബ്രഹ്മജ്ഞാനികളിൽ മുമ്പൻ യഥാർത്ഥത്തിൽ ആരാണ്? ബ്രഹ്മാവാണ് എന്ന് ഉള്ളത് ആ തർക്കത്തിന് ഒരു പരിഹാരമാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ഇവിടെ തന്റെ ജ്ഞാനത്തെ പോലും സംശയിക്കത്തക്ക സ്ഥിതിവിശേഷം സംജാതമായതാണ് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരുടെ മുമ്പിൽ ഇതൊരു അത്ഭുതമായിട്ട് മാറിയെന്ന് പറയാണ്. അതുകൊണ്ട് ഹേ ഗുരുവായൂരപ്പ, അറിയുന്നവര് ഭഗവാനെ കുറിച്ച് അറിഞ്ഞു, ഞാൻ ഭക്തനാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ അത് ആ രീതിയിൽ അത് അവരറിഞ്ഞോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മനസ്സുകൊണ്ടോ എന്റെ വാക്കുകളെ കൊണ്ടോ എന്റെ അല്ലെ ബുദ്ധിയെ കൊണ്ടോ അങ്ങയെ എനിക്ക് അളക്കാൻ സാധിക്കുന്നില്ല, ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. അനുജാനീഹി മാം കൃഷ്ണ സർവം ത്വം വേത്സി സർവതൃ ത്വമേവ ജഗതാം നാഥോ ജഗതേ തത്തവാർപ്പിതം. അതുകൊണ്ട് ഹേ കൃഷ്ണ, അങ്ങ് യഥാർത്ഥത്തിൽ എന്താണ്? സർവജ്ഞനാണ് അങ്ങ്, സർവസാക്ഷിയാണ് അങ്ങ് അല്ലെ. അനുജാനീഹി മാം കൃഷ്ണ സർവം ത്വം വേത്സി സർവതൃ. എല്ലായിടത്തും സർവാത്മാവാണ് അങ്ങ്, സർവജ്ഞനാണ്, എല്ലാം അറിയുന്നവനാണ്, എല്ലാം കണ്ടുകൊണ്ട് സാക്ഷിയായിട്ടിരിക്കുന്നയാളാണ്. അങ്ങ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ജഗത്തിന്റെ തന്നെ ഉടമസ്ഥൻ അങ്ങാണ്. ത്വമേവ ജഗതാം നാഥോ ജഗതേ തത്തവാർപ്പിതം. അപ്പം അങ്ങേക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് ഈ ചരാചരങ്ങളും ഈ വസ്തുക്കൾ, സ്ഥാവര ജംഗമ വസ്തുക്കളും മുഴുവൻ തന്നെ. അല്ലയോ കൃഷ്ണ, ശ്രീകൃഷ്ണ വൃഷ്ണികുല പുഷ്കര ജോഷദായിൻ ധർമ്മശാർവരഹര ക്ഷിതിരാക്ഷസധ്രൂഗാകൽപമാർക്കമരിഹൻ ഭഗവൻ നമസ്തേ. ഏ ശ്രീകൃഷ്ണ, അങ്ങ് വൃഷ്ണിവംശം യാദവ വംശത്തിന്റെ ആ യാദവ വംശമാകുന്ന പുഷ്കരജോ താമരപ്പൂവ് അല്ലെ, ആ താമരപ്പൂവിന് വികാസമേകുന്ന വലിയൊരു സൂര്യനായിട്ട് എങ്ങനെയാണോ ആ യദുവംശമാകുന്ന താമരപ്പൂ സൂര്യന്റെ കിരണങ്ങളെ കൊണ്ട് താമരപ്പൂവ് വിടരുന്നുണ്ടെങ്കിൽ അങ്ങാകുന്ന
സൂര്യൻ അവിടെ ഉദിച്ചതോടുകൂടി ആ യദുവംശമാകുന്ന വൃഷ്ണിവംശമാകുന്ന താമരപ്പൂത വിടർന്നിരിക്കുന്നു. അങ്ങനെ ഭൂമി, അതുപോലെ തന്നെ ദേവന്മാര്, ക്ഷ്മാ നിർജ്ജര ദ്വിജപശു, ബ്രാഹ്മണര്, പശുക്കള്, സമുദ്രം, ഇവയ്ക്കൊക്കെ ഇതാ അഭിവൃദ്ധി ഏകുന്നതായിട്ടുള്ള ചന്ദ്രനാണ് അങ്ങ്. അങ്ങനെ ക്ഷ്മാ നിർജ്ജര ദ്വിജപശു ദധിവൃദ്ധികാരി ധർമ്മശാർവരഹര ക്ഷിതിരാശസധ്രൂഗാകൽപമാർഗമരിഹൻ ഭഗവൻ നമസ്തേ. അധർമ്മത്തെ ധ്വംസനം ചെയ്യുന്നതായിട്ടുള്ള ഈ സൂര്യനായിട്ടും ചന്ദ്രനായിട്ടും നിലകൊള്ളുന്നതായിട്ടുള്ള ഒരു പ്രതീകമാണ് അത് അങ്ങ്. യദുവംശത്തെ ഉയർത്തുവാൻ വേണ്ട അങ്ങ് സൂര്യനായി. ഭൂമി, അവൻ രാജാക്കന്മാര്, ബ്രാഹ്മണര്, പശുക്കള്, സമുദ്രം, ഇവർക്കൊക്കെ അഭിവൃദ്ധി ഏകുവാൻ വേണ്ടിയിട്ട് അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചന്ദ്രനായിക്കൊണ്ട് അങ്ങ് വിളങ്ങുന്നോടെ ഭൂമിയിൽ വന്ന് പിറന്നതായിട്ടുള്ള ആ രാക്ഷസന്മാരെ മുഴുവൻ ധർമ്മശാർവരഹര ക്ഷിതിരാശസധ്രു ഗാകൽപമാർക്കമരിഹൻ ഭഗവൻ നമസ്ത്, അവിടെ ആ രാക്ഷസന്മാരെയൊക്കെ ഉന്മൂലനം ചെയ്യുന്നവനാണ് അങ്ങ്. അതുകൊണ്ട് കൽപ്പാന്തകാലം വരെ ഈ സൂര്യനടക്കം സർവർക്കും നമസ്കരിക്കപ്പെടുവാനുള്ള ഒരു അർഹത അവിടത്തേക്ക് തന്നെയാണ് ഉള്ളത്. അങ്ങനെയുള്ള അപ്രകാരമായിട്ടുള്ള ഭഗവാനെ നിദ്രവടിയുടെ പാദങ്ങളിൽ ഞാൻ ഇതാ നമസ്കരിക്കുന്നു യഥാർത്ഥത്തിൽ. അപ്പം അങ്ങ് സൂര്യനായിട്ടും ചന്ദ്രനായിക്കൊണ്ടും അച്ഛനമ്മമാരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് യദുവംശത്തെയും അതുപോലെ തന്നെ ഭൂമി പാലകന്മാര്, ബ്രഹ്മാവ്, ബ്രാഹ്മണര്, പശുക്കള്, സമുദ്രം തുടങ്ങിയതായിട്ടുള്ളൊക്കെ അവർക്കൊക്കെ അഭിവൃദ്ധി ഏകുവാൻ വേണ്ടിയിട്ട് അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള ചന്ദ്രനെ ആയിട്ടും അങ്ങ് അവിടെ ഇതാ വരുന്നു. ഇങ്ങനെയുള്ള ആ ബ്രഹ്മാവത തന്റെ സ്തുതി അവിടെ ഉപസംഹരിക്കുകയാണ്. അനുജാനീഹി മാം കൃഷ്ണ, അതായത് അനുജ്ഞ നൽകിയാലും എന്നുള്ള ഒരു അവസ്ഥയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അവിടെ പറയുന്നത്. അവിടെ നിന്ന് സത്യലോകത്തേക്ക് വിടകൊള്ളുവാൻ അവിടെ അനുഗ്രഹിക്കണമേ, അനുവദിക്കണമേ എന്ന് ഉള്ള ഒരു അനുജാനീഹി മാം കൃഷ്ണ, ഒരു അപേക്ഷ. കാരണം ഇനി സത്യലോകത്ത് ചെന്നാലും താൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അത് ഭഗവാൻ ചെയ്യുന്നതാണെങ്കിൽ ഇനി എല്ലാം ഭഗവാനോടല്ലേ ഇനി ആവശ്യപ്പെടേണ്ടത് എന്നുള്ള ഒരു ഉൾക്കാമ്പിൽ ഉണ്ടായതായിട്ടുള്ള ഒരു സംശയം. അങ്ങനെ ബ്രഹ്മാവ് തന്നെയും വിശ്വത്തോടും ഒപ്പം ആ ഭഗവാൻകൾ ആത്മാർപ്പണം ചെയ്തുകൊണ്ട് അവിടുന്ന് ആ അനുജ്ഞ മേടിക്കുന്നതായിട്ടുള്ള ഒരു രംഗം നമുക്ക് കാണാം. എന്തായാലും ഇങ്ങനെയുള്ള ആ സ്തുതിയോടുകൂടി ബ്രഹ്മാവ് അവിടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. പിന്നെ പറഞ്ഞു, ജഗദീശ്വരനായിട്ടുള്ള ആ കൃഷ്ണനെ ഇപ്രകാരം സ്തുതിച്ചുകൊണ്ട് 3 പ്രദക്ഷിണം ചെയ്ത് അനുജ്ഞ മേടിച്ചുകൊണ്ട് ബ്രഹ്മാവ് നേരെ സത്യലോകത്തിലേക്ക് യാത്രയായി. ബ്രഹ്മാവിനെ പോകുവാൻ അനുവദിച്ച ശേഷം തൻ്റെ കൂട്ടുകാരായിട്ടുള്ള ഗോപപാലന്മാരെയും അതുപോലെ പൈക്കിടാങ്ങളെയും ഒക്കെ ആ യമുനാ തീരത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഭഗവൻ മായയ്ക്ക് അധീരനായിട്ടുള്ള പ്രാണന് തുല്യം പ്രിയനായിട്ടുള്ള ആ ഭഗവാനെ കൂടാതെ 1 കൊല്ലം കഴിഞ്ഞത് അറിഞ്ഞില്ല. യഥാർത്ഥത്തില് അരനിമിഷം എന്നുള്ളൊരു രീതിയിൽ അവിടെ വിചാരിച്ചുള്ളൂ. ഇപ്പൊ കൃഷ്ണൻ ഞങ്ങളെ മാറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു, അത്രേ അവർക്ക് തോന്നിയിട്ടുള്ളൂ എന്നർത്ഥം. അപ്പൊ മായയ്ക്ക് അധീനരായിട്ടുള്ള ലോകരെല്ലാം എന്തു തന്നെ മറക്കുന്നില്ല, തന്നെ പോലും മറന്നു പോകുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ മായ. അത്രയാണ് ഭഗവാന്റെ ഈ മായയുടെ ശക്തി അതാണെന്ന് പറയാം. ഇതെല്ലാം കഴിഞ്ഞ് അവരിതാ ഭഗവാനോട് അങ്ങ് ഉടനെ നല്ലവണ്ണം മടങ്ങി വന്നു എന്നും അതുകൊണ്ട് ഒരു ഉരുള പോലും ഉണ്ടില്ലെന്നും ഒക്കെ ഭംഗിയായി അവിടുന്ന് ഭക്ഷണം കഴിച്ചാലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോപന്മാര് ആ കൃഷ്ണനോട് കൂടി ഇരുന്ന് വീണ്ടും ആ ആനന്ദിച്ചുകൊണ്ട് അവരിതാ ഭക്ഷണം പൂർത്തിയാക്കുന്നതോടെ കൃഷ്ണനോ ഒരു ചെറിയൊരു പുഞ്ചിരി തൂകിക്കൊണ്ട് കുട്ടികളോടൊപ്പം ആ ആഹാരമൊക്കെ ഭക്ഷിച്ച് അഘാസുരന്റെ തോല് കാണിച്ചു കൊടുത്ത് നേരെ ഗോകുലത്തിലേക്ക് യാത്രയാകുകയും ചെയ്തു. തഥോഹസൻ ഋഷികേശോ ഭവഹൃത്യ സഹാഭഗൈഹി ദർശയം ശർമാജകരം നിവർത്തതവനാദ്വ്രജം. ഉണങ്ങിക്കരിഞ്ഞതായിട്ടുള്ള അഘാസുരന്റെ ആ
എന്താ പാമ്പിന്റെ തോല് കാട്ടിക്കൊടുത്തുകൊണ്ട് അവര് നേരെ വനത്തിൽ നിന്ന് ഗോകുലത്തിലേക്ക് മടങ്ങി എന്നുള്ള ഭാഗം വരെയാണ്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ ഈ ഒരു അധ്യായം അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് 15-ാം അധ്യായത്തിലേക്ക് മറ്റന്നാള് കിടക്കാം. നാളെ കിടക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.